അതായത് ഏത് ജന്തുവിനെ ആരാധിക്കാനും ആർക്കും സ്വാതന്ത്ര്യമുണ്ട്. ആ സ്വാതന്ത്ര്യം ആദരിക്കപ്പെടണം. അതേസമയം ആരാധിക്കാതിരിക്കാനുള്ളൊരു ജനതയുടെ സ്വാതന്ത്ര്യവും ജനാധിപത്യത്തിൽ പ്രധാനമാണ്. അതുകൊണ്ട് നമ്മൾ പറയേണ്ടത് ഇന്ന ജന്തുവിനെ കൊന്നു തിന്നരുത് എന്നല്ല, ഒരു ജന്തുവിൻ്റെ പേരിലും മനുഷ്യർ പരസ്പരം കൊല്ലരുത്. ഈ സന്ദേശമാണ് നമ്മൾ നൽകേണ്ടത്. അതിന് പകരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം പല എഴുത്തുകാരും സാംസ്കാരിക പ്രവർത്തകരും എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഈ മാതൃഭൂമി പ്രസിദ്ധീകരിച്ച ജാതവേദൻ നമ്പൂതിരിയുടെ സർവീസ് സ്റ്റോറി ഉണ്ട്. ആ സർവീസ് സ്റ്റോറിയിൽ അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്, ഒരു പശുവിനെ അപകടത്തിൽ തട്ടുമെന്ന സ്ഥിതി വന്നപ്പോൾ ഡ്രൈവർ വെട്ടിച്ചിട്ട് 2-3 ആളുടെ ശരീരത്തിൽ തട്ടി വണ്ടി നിന്നു. എന്നിട്ട് അദ്ദേഹം ആശ്വസിക്കുകയാണ്, ആളെ തട്ടിയാൽ കുഴപ്പമില്ല, മനുഷ്യനെ ഇടിച്ച് വീഴ്ത്തിയാൽ കുഴപ്പമില്ല, പശുവിനെ ഇടിച്ച് വീഴ്ത്തിയാൽ അത് വലിയ കലാപത്തിന് കാരണമാവും. തീർച്ചയായിട്ടും പശുവിനെ ഇടിച്ച് വീഴ്ത്താൻ പാടില്ല, അറിയാതെയും സംഭവിക്കാൻ പാടില്ല, നമ്മൾ ജാഗ്രത പാലിക്കണം. പക്ഷേ ജന്തുസ്നേഹത്തിൻ്റെ പേരിൽ മനുഷ്യവിദ്വേഷം പ്രചരിപ്പിക്കുന്നത് ജനാധിപത്യമായിട്ട് പൊരുത്തപ്പെടില്ല. അതുകൊണ്ട് ഇതിൽ എന്ത് രാഷ്ട്രീയ പ്രാധാന്യമാണ് ഉള്ളത്? രാഷ്ട്രീയ പ്രാധാന്യത്തിൻ്റെ പേരിൽ ദൂരദർശനും അതുപോലെ ശ്രീധരൻപിള്ളയെ പോലുള്ള ആളുകളും ഇതിനെ ന്യായീകരിക്കുമ്പോൾ ഏത് വാർത്തയും കൊടുക്കാം, സ്വാഭാവികമാണ്, ശരിയാണ്. ആ എല്ലാ വാർത്തയും നമ്മൾ ഉൾക്കൊള്ളിക്കുകയും വേണം, ഏത് നേതാവിൻ്റെ പ്രസ്താവനയും നമ്മൾ ഉൾക്കൊള്ളിക്കുകയും വേണം. അത് ജനാധിപത്യം തന്നെയാണ്. പക്ഷേ ഇതിൽ എവിടെയാണ് വിവേചനം കാണിക്കേണ്ടത്, വിവേചനാധികാരം ഉപയോഗിക്കേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് ഔചിത്യബോധം പ്രകടിപ്പിക്കേണ്ടത്? ഔചിത്യബോധം പ്രകടിപ്പിക്കേണ്ടത് തീർച്ചയായിട്ടും മോഹൻ ഭാഗത്തിൻ്റെ പ്രസംഗം കൊടുക്കാം, പ്രസംഗത്തിലെ ചില ഭാഗങ്ങൾ കൊടുക്കാം. അത് പൂർണ്ണമായും സംപ്രേഷണം ചെയ്യാൻ ദൂരദർശൻ തീരുമാനിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും അതോടൊപ്പം തന്നെ അതിൽ നിന്ന് വ്യത്യസ്തമായ പ്രഭാഷണങ്ങൾ കൊടുക്കാനുള്ള ഔന്നത്യം അവർ പ്രകടിപ്പിക്കണം. അത് പ്രകടിപ്പിച്ചുവോ? ഒന്ന്. രണ്ടാമത്തേത്, ഇത്തരം പ്രഭാഷണങ്ങൾ പൂർണ്ണമായി നൽകുമ്പോൾ അത് എന്ത് തരത്തിലുള്ള സന്ദേശമാണ് ഇന്ത്യൻ ജനതയ്ക്ക് നൽകുന്നത്? ഇപ്പം നേരത്തെ ഞാൻ ഗോവധത്തെക്കുറിച്ചുള്ള കാര്യം ചൂണ്ടിക്കാണിച്ചു. അത്തരൊരു നിലപാട് ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എടുക്കാം, അത് പ്രചരിപ്പിക്കാം. പക്ഷേ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ പ്രചാരണത്തെ ദൂരദർശൻ പോലുള്ള ഒരു മാധ്യമത്തെ ഉപയോഗിച്ച് നടത്താൻ പാടുണ്ടോ? അത് ശരിയാണോ? ശ്രീ പി എച്ച് ശ്രീധരൻപിള്ള, അത് ദൂരദർശനെ കൊണ്ട് ഏറ്റെടുപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറുന്നു. KN അദ്ദേഹത്തിൻ്റെ വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ട്. ആ കാഴ്ചപ്പാട് ജനങ്ങളുടെ വയ്ക്കാറുമുണ്ട്. അദ്ദേഹം സാംസ്കാരിക പ്രവർത്തകൻ മാത്രമല്ല, അദ്ദേഹം രാഷ്ട്രീയ പ്രവർത്തകനാണ്, ഇടതുപക്ഷത്തിൻ്റെ പ്രചാരകനാണ്, എപ്പോഴും പ്രസംഗിക്കാറുള്ള ആളാണ്, എഴുതാറുള്ള ആളാണ്. അത് ജനങ്ങളെ ഞാൻ ചോദിക്കട്ടെ, 3% വോട്ട് പോലും കിട്ടാത്തവണ്ണം താഴോട്ട് പോകുന്നു. ഞാൻ ആ രാഷ്ട്രീയത്തിലേക്ക് കിടക്കുന്നില്ല. ഞാൻ അദ്ദേഹത്തോടൊരു കാര്യം ചോദിക്കുന്നു. അദ്ദേഹത്തിൻ്റെ അഭിപ്രായമുള്ളതുപോലെ ഞങ്ങൾക്ക് ഞങ്ങളുടെ അഭിപ്രായം ഉണ്ടാവും, വ്യത്യസ്ത അഭിപ്രായം. ജനാധിപത്യം അതാണല്ലോ. അവിടെ ആ ജനാധിപത്യത്തിൽ എന്ത് തെറ്റായിപ്പോൾ ചെയ്തത്? ഒരു കാര്യം അദ്ദേഹം പറഞ്ഞ ഉദാഹരണം തന്നെ ഞാൻ പറയാം. ഇപ്പോൾ ഗോവധ നിരോധനം വേണം എന്നാവശ്യപ്പെടുന്നു. ബഹുമാനപ്പെട്ട KN, ഇതൊന്നും താങ്കളുടെ കാഴ്ചപ്പാട്, താങ്കൾ വ്യത്യസ്തമായി പറയാം. താങ്കളുടെ കാഴ്ചപ്പാടിനെ മൗലികമായിട്ട് ഞങ്ങളിൽ അംഗീകരിക്കണമെന്നുണ്ടോ? കാരണം ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാതാക്കൾ ഇന്ത്യൻ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്ത് പാസ്സാക്കിയെടുത്ത ഒന്നാണ് ഗോവധ നിരോധനം. അതുകൊണ്ടാണ് നിർദ്ദേശ തത്വങ്ങളിൽ അത് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ആ നിർദ്ദേശക തത്വങ്ങൾ നടത്താൻ വേണ്ടി ശ്രമിക്കേണ്ടതാണ് ഇന്ത്യയിലെ പൗരന്മാരുടെ ചുമതലയെന്നും കോടതി വിധികളിലായാലും മറ്റ് നിർദ്ദേശക ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ആയാലും പറഞ്ഞിട്ടുണ്ട്. ഇത് ഗാന്ധിജി ഉൾപ്പെടെയുള്ള ഗാന്ധിജിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിപാടിയായിരുന്നു. അപ്പോൾ ഗാന്ധിജിയുടെ പരിപാടിയാണ്, സ്വാതന്ത്ര്യസമരം ഉയർത്തിപ്പിടിച്ചതാണ്, നമ്മുടെ ഭരണഘടനാ നിർമ്മാണ സഭയിൽ ചർച്ച ചെയ്ത് ഭരണഘടനയുടെ ഭാഗമായി കൂട്ടിച്ചേർത്തതാണ്. അത് നടത്താൻ സ്ട്രൈവ് ഫോർ ദാറ്റ് എന്നാണ് പറയുക. സ്ട്രൈവ് എന്നുള്ള വാക്കാ. അതിനുവേണ്ടി ശ്രമിക്കേണ്ടത് ഈ രാജ്യത്തെ മുഴുവൻ പൗരന്മാരുടെയും ചുമതലയായി എഴുതി ചേർത്ത ഒരു ഭരണഘടന നിലനിൽക്കുന്ന രാജ്യത്ത് എനിക്കിതിനോട് ഇന്നതാണ് അഭിപ്രായം, അല്ലെങ്കിൽ എൻ്റെ പാർട്ടിക്ക് ഇതാണ് അഭിപ്രായം എന്ന് പറഞ്ഞുകൊണ്ട് അത് പറയുന്നവനെ വെച്ചു പൊറുപ്പിക്കില്ല, പറയാൻ പാടില്ല എന്ന് പറയുന്നത്. മോഹൻ ഭാഗവതിന്റെ പ്രസംഗത്തിന്റെ ഉള്ളടക്കത്തെ പൂർണ്ണമായും താങ്കൾ പിന്തുണയ്ക്കുന്നു എന്ന് വേണം കരുതാൻ. ആ അർത്ഥത്തിൽ കേരളത്തിൽ നടക്കുന്നു എന്ന് മോഹൻ ഭാഗവത് പറയുന്ന ജിഹാദി പ്രവർത്തനങ്ങൾക്ക് ോട് കാണിക്കുന്ന മൃദു സമീപനം കേരളത്തിലെ ഹിന്ദുക്കളെയും കേരളത്തിലെയും തമിഴ്നാട്ടിലെയും ഹിന്ദു സമുദായക്കാർക്കുടെയും അതുപോലെ തന്നെ ദേശീയ സുരക്ഷയ്ക്കും അത് ഭീഷണിയാകുന്നു എന്നും പറഞ്ഞു വെക്കുന്നു. അതിനെയും താങ്കൾ അംഗീകരിക്കുമോ? അല്ല, ജിഹാദി പ്രവർത്തനങ്ങളെ സംബന്ധിച്ച് രണ്ട് ഭാഗത്തുമുള്ള ചർച്ചകൾ നടന്നിട്ടില്ലേ? ഇപ്പം നടന്ന ഉപതെരഞ്ഞെടുപ്പുകളിലും അത് ചർച്ച ചെയ്തു. നമ്മുടെ ഈ ചാനലുകളിലൊക്കെ അതിനെ സംബന്ധിച്ചുള്ള ചർച്ചകൾ നടന്നിട്ടില്ലേ? ഈ ചർച്ചകളിൽ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം പോലും ഇല്ല എന്ന് പറഞ്ഞാൽ, ജിഹാദി ഉണ്ടെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും ജിഹാദി എന്ന ആരോപണം ദുരുദ്ദേശപരമാണെന്ന് പറയാനുള്ള സ്വാതന്ത്ര്യവും രണ്ടും നമ്മുടെ രാജ്യത്തെ പൗരന്മാർക്കില്ലേ? രണ്ടും വ്യത്യസ്തമായ പ്രവർത്തനങ്ങൾ നടക്കുന്നു എന്ന് മാത്രമല്ല, അത്തരം പ്രവർത്തനങ്ങൾ ഇവിടുത്തെ ഭൂരിപക്ഷ സമുദായത്തിന് ഭീഷണിയാകുന്നു എന്നുകൂടി പറയുന്നുണ്ട്.
ഉണ്ടോ അങ്ങനെ കേരളത്തിൽ? അല്ല, എന്ന് പറയാമല്ലോ. അതാണല്ലോ ആർ എസ് എസിൻ്റെ വ്യക്തമായ കാഴ്ചപ്പാട്, ഹിന്ദു പ്രസ്ഥാനങ്ങളുടെ എല്ലാം കാഴ്ചപ്പാട് ഇങ്ങനെ ഉണ്ടെന്നുള്ളതാണ്. അതിനെ സംബന്ധിച്ച് കേസുകൾ നടക്കുന്നു, പ്രചരണങ്ങൾ നടക്കുന്നു. അപ്പോൾ ശരിയെന്ന് പറയാൻ ഒരു കൂട്ടർക്കും തെറ്റെന്ന് പറയാൻ ആ കൂട്ടറുള്ള അവകാശമല്ലേ നമ്മുടെ സ്വാതന്ത്ര്യം. അജിത് റയിൽ, കേരള സർക്കാരിനെതിരായ ആരോപണം കൂടിയാണ് അത്. ശ്രീ അജിത് റയിൽ എങ്ങനെ പ്രതികരിക്കും? അല്ല, കേരളത്തിലെ ഒരു 10-25% വരുന്ന മുസ്ലിം സമുദായത്തെയും അതുപോലെ മതന്യൂനപക്ഷ സമുദായങ്ങളെയും അവരെ ഈ കഴിഞ്ഞ കുറേ വർഷങ്ങളായി RSSും BJPയും പരിശ്രമിച്ചിട്ടും ഒരു സീറ്റ് പോലും ജയിച്ചു കയറാൻ പറ്റാത്ത ഒരു നിരാശയുടെ പേരിൽ BJPക്കാർക്കുണ്ടാകുന്ന പ്രതിഷേധം RSSകാർക്കുണ്ടാകേണ്ട കാര്യമില്ലല്ലോ. അവർ രാഷ്ട്രീയ പ്രസ്ഥാനമല്ല, അതൊരു സാംസ്കാരിക പ്രസ്ഥാനമാണ്. അതൊരു ഹിന്ദുത്വത്തെ പ്രോത്സാഹിപ്പിക്കുന്ന, ഹിന്ദു ജനതയെ സംരക്ഷിക്കുന്ന, ഉദ്ദീപിച്ചെത്തുന്ന സംഘടനയാണ്. അത് അദ്ദേഹം പറഞ്ഞത് ഈ നരേന്ദ്രമോദിയും RSSും ഹിന്ദു സംഘടനകളും കൂടി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണ്. ഇത് ഇന്ത്യയിൽ ഉണ്ടാക്കാൻ പോകുന്ന ഒരു പ്രചരണത്തിൻ്റെ തുടക്കമാണ്. അതിനെയാണ് മിസ്യൂസ് ചെയ്തിരിക്കുന്നത്. ഏത് ദൂരദർശൻ എന്ന് പറയുന്ന, എന്ത് പറഞ്ഞാലും സ്വന്തം കോർപ്പറേഷനാണ് എന്നൊക്കെ പറഞ്ഞാലും ഇന്ത്യ ഗവൺമെൻറ് സ്ഥാപനത്തെ മിസ്യൂസ് ചെയ്തിരിക്കുന്നു. ഇന്ത്യയിൽ ഹൈന്ദവവാദം ശക്തിപ്പെടുത്താൻ വേണ്ടി ഇന്ത്യയിലെ ഹിന്ദുക്കളുടെ മനസ്സിൻ്റെ ഉള്ളിൽ രൂപപ്പെടാതിരുന്നതായ കുറേ കാര്യങ്ങൾ പരസ്യമായി പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വത്തെ പ്രീണിപ്പിച്ചുകൊണ്ട്, ഹിന്ദുത്വ വികാരത്തെ ആളിക്കത്തിപ്പിച്ചുകൊണ്ട് ഇന്ത്യയിലെ മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള ഒരു വലിയ ഓപ്പണായ പ്രതികരണം, അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഒരു മാധ്യമത്തെ ദുർവിനിയോഗം ചെയ്തിരിക്കുകയാണ്. നിസ്സാരമായൊരു കാര്യമല്ല. അതേ ശ്രീധരമുള്ള ഒരു കാരണവശാലായിരിക്കാൻ കഴിയില്ല. ഈ മോഹൻ ഭഗത് അദ്ദേഹത്തിൻ്റെ പ്രചരണങ്ങൾ നടത്താം, അദ്ദേഹത്തിൻ്റെ ഈ പ്രസംഗം അദ്ദേഹത്തിൻ്റെ RSSൻ്റെ യോഗത്തിൽ പ്രസംഗിക്കാം, ശ്രീധരൻപിള്ളയ്ക്ക് ഇതേപോലെ പ്രസംഗിക്കാം, ഞങ്ങൾക്ക് ആർക്കും യാതൊരു വിരോധവുമില്ല. പക്ഷേ അതിനൊരു ഗവൺമെൻറ്റിൻ്റെ മിഷനറി ഉപയോഗിച്ചുകൊണ്ട് ഒരു രാജ്യത്തിൻ്റെ അഖണ്ഡത, കാരണം വളരെ നൈർമല്യമുള്ള, വളരെ നേർത്ത ഒരു ചർമ്മം കൊണ്ടാണ് ഇന്ത്യയിലെ ഹിന്ദു മുസ്ലിം മൈത്രി സംജാതം. ആ ചർമ്മത്തെ പൊട്ടിച്ചെറിയാൻ ഈ തമിഴ്നാട്ടിലും അതുപോലെ കേരളത്തിലും പശ്ചിമ ബംഗാളിലും ഉണ്ടായ മതന്യൂനപക്ഷങ്ങളുടെ സാന്നിധ്യം നല്ല സാന്നിധ്യമുള്ള സ്ഥലങ്ങളാണ്. ആ സാന്നിധ്യവും അവിടെ BJPക്ക് RSSകാർ എത്ര വിചാരിച്ചിട്ടും BJPക്ക് കാലുറപ്പിക്കാൻ കഴിയാതെ പോയ ഒരു രാഷ്ട്രീയ നിരാശയാണ് അദ്ദേഹം പറഞ്ഞു വെച്ചത്. അവിടെ നിന്ന് തുടങ്ങി, ഇന്ത്യയുടെ വടക്കേറ്റത്തും കിഴക്കേറ്റത്തും ഒക്കെ തുടങ്ങി ഇന്ത്യയിൽ ഹൈന്ദവ ധ്രുവീകരണം ഉണ്ടാക്കാനുള്ള നരേന്ദ്രമോദിയുടെ ശ്രമങ്ങൾക്ക് ഇദ്ദേഹം ചുക്കാൻ പിടിക്കുന്നു. അതിനുവേണ്ടി ഇന്ത്യയുടെ മാധ്യമങ്ങളെ ഉപയോഗിക്കുന്നു. ഇന്ത്യയുടെ മധ്യമാധ്യമങ്ങളെ ഉപയോഗിച്ചോ, നമുക്ക് യാതൊരു വിരോധമില്ല. പക്ഷേ ദൂരദർശന്റെ ലൈവ് ടെലികാസ്റ്റ് ആണ് ചെയ്തിരിക്കുന്നത്. ചർച്ച ചെയ്യുമ്പോൾ ഒരു മറുവശം കൂടി കാണേണ്ടതുണ്ട്. ദൂരദർശനെ എല്ലാ കാലത്തും എങ്ങനെയാണ് ഉപയോഗിച്ചിരുന്നത്, ദൂരദർശനെ എങ്ങനെ സ്വതന്ത്രമാക്കണം, അതെങ്ങനെ ഒരു സ്വതന്ത്ര മാധ്യമമാക്കി നിലനിൽക്കണം തുടങ്ങിയ ചർച്ചകൾ വരുമ്പോൾ അതിൽ കോൺഗ്രസും നല്ലൊരു മറുപടി പറയേണ്ടി വരും. ഞങ്ങൾ ദുർവിനിയോഗം ചെയ്തില്ല. ഇന്ത്യയുടെ അഖണ്ഡതയെ, മതേതരത്വത്തെ ചോദ്യം ചെയ്യുന്ന ഒരു നിലപാടും ഒരു പ്രസംഗവും ദൂരദർശൻ ടെലികാസ്റ്റ് ചെയ്തിട്ടില്ല. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ രാഷ്ട്രീയ ആയുധമാക്കി ഞങ്ങൾ ഉപയോഗിച്ചിട്ടില്ല. ഗവൺമെൻറ്റിൻ്റെ പ്രചരണങ്ങൾ നടത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഗവൺമെൻറ്റുകൾ ഭരിക്കുമ്പോൾ ഗവൺമെൻറ്റിൻ്റെയും മന്ത്രിമാരുടെയും ചിലപ്പോൾ അവരുടെയൊക്കെ പ്രസംഗങ്ങൾ കൂടുതലായി കാണിക്കപ്പെട്ടിട്ടുണ്ടാകും. പക്ഷേ ഒരു പ്രസംഗം പോലും ഇന്ത്യയിലെ മത ന്യൂനപക്ഷങ്ങളെ തകർക്കാനും മതമൈത്രിയെ തുരങ്കം വെക്കാനും ഈ കോൺഗ്രസ് ഗവൺമെൻറ് ഉപയോഗിച്ച എത്രയോ കാല ഗവൺമെൻറ് ഭരിച്ചതാണ് കോൺഗ്രസ്. ഒരു കാലത്തിൽ പോലും ഇത്തരത്തിൽ ദുർവിനിയോഗം ചെയ്യാൻ. ശ്രീ KN, അവിടെ അത് പരിശോധിക്കുമ്പോൾ ഇപ്പോൾ അജിത് റയിൽ പറയുന്നത് പോലെ അങ്ങനെ ന്യായീകരിക്കാവുന്നതോ ലഘൂകരിക്കാവുന്നതോ അല്ല കാര്യങ്ങൾ. അതത് കാലങ്ങളിൽ ഭരണകൂടം എങ്ങനെ ഉപയോഗിച്ചിട്ടുണ്ട് ദൂരദർശൻ പോലുള്ള ഒരു മാധ്യമത്തെ എന്നത് തീർച്ചയായും ഒരു ചർച്ചാ വിഷയം തന്നെയാണ്. അതിൽ ആ കാലം മുതൽക്ക് തന്നെ ഇന്ത്യയിൽ ഒരു ഹിന്ദു ദേശീയത അല്ലെങ്കിൽ ഒരു ഹിന്ദുത്വ രാഷ്ട്രീയം വളർത്തിയെടുക്കുന്നതിലും ദൂരദർശൻ ഒരു വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. രാമായണം മുതൽ ജയ് ഹനുമാൻ വരെയുള്ള സീരിയലുകളുടെ ടെലികാസ്റ്റിംഗ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിൽ അത് പിന്നീട് എങ്ങനെയാണ് ബാബറി മസ്ജിദിൻ്റെ തകർച്ചയിലേക്ക് വരെ എത്തിച്ചത് തുടങ്ങിയ പഠനങ്ങളും ഇന്ത്യയിൽ നടന്നിട്ടുണ്ട്. വളരെ ഗൗരവമായി തന്നെ ഒരു പുനരാലോചന ദൂരദർശൻ പോലുള്ള മാധ്യമങ്ങൾ നടത്തേണ്ടതുണ്ട്. കാരണം എന്താ വെച്ചാൽ നമ്മുടെ സമൂഹത്തിൽ തെരഞ്ഞെടുപ്പിൽ തീർച്ചയായിട്ടും ജയം പ്രധാനമാണ്. പക്ഷേ പരാജയപ്പെട്ടവരുടെ കാഴ്ചപ്പാടുകൾ, ജനാധിപത്യ സങ്കല്പങ്ങൾ, അതിന് കാവൽ നിൽക്കാൻ വിജയിച്ച സർക്കാരുകൾക്ക് ഉത്തരവാദിത്വമുണ്ട്.
അതുകൊണ്ട് ജനാധിപത്യ തെരഞ്ഞെടുപ്പിൻ്റെ ജനകീയ ഉള്ളടക്കത്തിന് കാവൽ നിൽക്കാനാണ് തീർച്ചയായിട്ടും സർക്കാരുകൾ ശ്രമിക്കേണ്ടത്. അങ്ങനെയാണെങ്കിൽ ഈ ചോദ്യം വളരെ പ്രസക്തമാണ്. മുമ്പും സർക്കാരുകൾ നമ്മുടെ മാധ്യമത്തെ, പ്രത്യേകിച്ച് കോൺഗ്രസ് സർക്കാരിൻ്റെ കാലത്തും ദൂരദർശൻ മാധ്യമത്തെ അവരുടെ താല്പര്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിച്ചിട്ടുണ്ട്. അത് മുൻകാല പ്രാബല്യത്തോടെ തന്നെ തെറ്റായി കണ്ട് അവർ തിരുത്തുകയും ആ തെറ്റിൻ്റെ ഭാഗമാകാതിരിക്കാൻ ഇന്ന് നിലവിലുള്ള സർക്കാർ ശ്രമിക്കുകയും ചെയ്യണം. നേരത്തെ അഡ്വക്കേറ്റ് ശ്രീധരൻപിള്ള ചൂണ്ടിക്കാണിച്ച ഒരു കാര്യത്തിലേക്ക് ഞാൻ വരാം. ഇപ്പോൾ സത്യത്തിൽ മഹാത്മാഗാന്ധി ഗോവധത്തെക്കുറിച്ച് നടത്തിയ അഭിപ്രായ പ്രകടനം എന്താണ് എന്നത് അദ്ദേഹത്തിന് നല്ലപോലെ അറിയാവുന്നതാണ്. മഹാത്മാഗാന്ധിയുടെ കാഴ്ചപ്പാടിലൂടെ കടന്നുപോയവർക്കും അറിയാം. ഗാന്ധി ഗോപൂജ താല്പര്യം പുലർത്തിയ ഒരാളായിരുന്നു. പക്ഷേ മറ്റുള്ളവർക്ക് പൂജിക്കാതിരിക്കാനുള്ള അവകാശത്തെക്കുറിച്ചും അദ്ദേഹം കൃത്യമായും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇന്ത്യൻ ഭരണഘടനയുടെ നിർദ്ദേശ തത്വങ്ങളിൽ പറഞ്ഞു എന്നുള്ളത് ശരിയാണ്. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് പറഞ്ഞാൽ, നമ്മുടെ രാജ്യത്ത് ഏതെങ്കിലും ഒരു മനുഷ്യൻ ഗോവിനെ പൂജിക്കേണ്ട എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു മനുഷ്യൻ്റെ, ഏറ്റവും ന്യൂനപക്ഷത്തിൽ ന്യൂനപക്ഷമായ ആ ഒരു മനുഷ്യൻ്റെ ജനാധിപത്യ താല്പര്യത്തെ പിന്തുണയ്ക്കലാണ് ജനാധിപത്യത്തിൻ്റെ ഔന്നത്യം. അതിന് പകരം ഭൂരിപക്ഷം എന്ന ഒരു മാനദണ്ഡം വെച്ചുകൊണ്ട് നമ്മുടെ നാട്ടിലെ ജനങ്ങളുടെ വ്യത്യസ്ത ജീവിത രീതികളെ, ഇന്ത്യ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ജനഗണമന പാടുമ്പോൾ തന്നെ നമുക്കറിയാം അത് ഇന്ത്യൻ വൈവിധ്യങ്ങളുടെ ഒരാഘോഷമാണ്. സത്യത്തിൽ വിവിധ ഭാഷകൾ, പലതരത്തിലുള്ള വിശ്വാസങ്ങൾ, വിശ്വാസമില്ലാത്ത മതരഹിതരായ മനുഷ്യർ, ഇവരൊക്കെ ഇന്ത്യക്കാരാണ്. ആ ഇന്ത്യക്കാരുടെ ജീവിതമാണ്, അവരുടെ ജനാധിപത്യപരമായ ആവിഷ്കാരമാണ് നമ്മൾ തീർച്ചയായിട്ടും മുന്നോട്ട് വെക്കേണ്ടത്. തിരിച്ചെത്താൻ ശ്രീ പി എസ് ശ്രീധരൻപിള്ള, ഞാൻ വീണ്ടും ആ ചോദ്യം ആവർത്തിക്കുകയാണ്. ദൂരദർശൻ എങ്ങനെ സ്വതന്ത്രമാവണം? എങ്ങനെ അത് ഒരു നല്ല മാധ്യമ സാന്നിധ്യമായി ഇന്ത്യയിൽ നിലനിൽക്കണം? അല്ല, അതിന് നമുക്കൊരു വലിയ ക്യാൻവാസിൽ അത് വരയ്ക്കേണ്ട ഒരു കാര്യമാണ്. നമുക്കിപ്പം ഇതൊക്കെ പറയുമ്പം, ഞാനൊക്കെ എൻ്റെ ചെറുപ്പത്തിൽ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഈ പ്രസ്ഥാനമാണ് ഞങ്ങളെയൊക്കെ പിടിച്ച് ജയിലിലിടാനും ഞങ്ങളെയൊക്കെ അന്ന് പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ചുകൊണ്ട് അന്ന് ഫാസിസ്റ്റാണ് ഞങ്ങൾ ജയപ്രകാശ് ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെ ഇതൊക്കെ ആകാശവാണി കൂടിയും അന്ന് ദൂരദർശൻ തുടങ്ങിയ കാലഘട്ടം ഇതിലൂടെയൊക്കെ പറഞ്ഞ കാര്യങ്ങൾ, രാഷ്ട്രത്തെ അഭിസംബോധന ചെയ്ത കാര്യങ്ങളൊക്കെ നമുക്കറിയാം. അപ്പോൾ അതുകൊണ്ട് അതിലേക്കൊന്നും നമ്മൾ കടക്കേണ്ട, കൂടുതൽ സ്വതന്ത്രമാക്കണമെങ്കിൽ ചിന്തിക്കേണ്ട വിഷയമാണ്. അതുമായി ബന്ധപ്പെട്ടവർ അതിനുവേണ്ടി തുടക്കം കുറിക്കട്ടെ. പക്ഷേ ഞാനൊരു കാര്യം എൻ്റെ സുഹൃത്ത് KN പറയുമ്പം, ഞാൻ KNൻ്റെ കാഴ്ചപ്പാടിനെ മാനിച്ചുകൊണ്ടാണ്. കാരണം അദ്ദേഹത്തിന് ആ സ്വാതന്ത്ര്യം ഉണ്ട് അതൊക്കെ പറയാൻ. പക്ഷേ അദ്ദേഹം പറയുന്നത് ഗോപൂജ വേണമെന്നുള്ളതല്ല, ഗോവധം മറ്റുള്ള വികാരത്തെ വ്രണപ്പെടുത്തുന്നത് കൊണ്ട് വേണ്ടെന്നാണ് തീരുമാനിച്ചിട്ടുള്ളത്. ഗോപൂജ നടത്താൻ ആരെയും നിർബന്ധിക്കേണ്ട ആവശ്യമില്ല. ഇപ്പോൾ വിഗ്രഹാരാധന പാടില്ല എന്ന് പറയുന്ന ആര്യസമാജമല്ലേ ഇന്ത്യയിലെ ഏറ്റവും വലിയ ഹിന്ദു മൂവ്മെൻറ്റായിട്ട് കഴിഞ്ഞ നൂറ്റാണ്ട് കണ്ടിട്ടുള്ളത്. വിഗ്രഹാരാധന പാടില്ല, വിഗ്രഹാരാധന ഒരിക്കലും അനുവദിക്കപ്പെട്ടുകൂടാ എന്നുള്ളതാണ് കാഴ്ചപ്പാടാണ് ആര്യസമാജത്തിൻ്റേത്, മഹർഷി ദയാനന്ദ സരസ്വതിയുടേത്. അപ്പോൾ ഇതെല്ലാം വൈവിധ്യമാണ്, അല്ല വൈരുദ്ധ്യമാക്കരുത്. അത് വൈവിധ്യമാണ്, അദ്ദേഹം പറഞ്ഞത് ശരിയാണ്, അത് വൈരുദ്ധ്യമാക്കരുത്. അങ്ങനെ വരുമ്പോൾ ഞാൻ ചോദിക്കട്ടെ, ഭാരതമാതാ കീ ജയ് എന്ന് വിളിച്ചത് എന്തായിരുന്നു? കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെയും അന്നത്തെ മുസ്ലിം ലീഗിൻ്റെയും നിലപാടെന്തായിരുന്നു? ന്യൂനപക്ഷ വിരുദ്ധമാണ് എന്ന് പറഞ്ഞുകൊണ്ടല്ലേ? പിന്നെ ഗാന്ധിജി എങ്ങനെ വിളിച്ചിരുന്നത്? ഹിന്ദു വർഗീയവാദി എന്നാണ്. പിന്നെ മുഹമ്മദ് അലിനെ അയച്ച അനുശോചന സന്ദേശത്തിൽ എന്താ പറഞ്ഞിട്ടുള്ളത്? അബ്ദുൽ കലാം ആസാദിനെ ഇന്ത്യ കോൺഗ്രസ് പ്രസിഡൻ്റായപ്പം നമുക്ക് ചർച്ച ചെയ്യാമെന്ന് പറഞ്ഞ അവസരത്തിൽ എന്താ മറുപടി കത്തയച്ചത്? അതിൽ പറഞ്ഞ എന്താ? നിങ്ങൾ ഹിന്ദു വർഗീയവാദികളായ കോൺഗ്രസിൻ്റെ ഷോക്കേസിലെ കാഴ്ചപ്പെട്ടവെന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഭാരതമാതാ കീ ജയ്, ജയ് ഹിന്ദ് എന്നൊക്കെ പറയുന്നത് നിരവധി വൈരുദ്ധ്യങ്ങൾ ഉണ്ടാകും, നിരവധി സംവാദങ്ങൾ ഉണ്ടാകും, അത് എല്ലാം അതിന്റെ തലത്തിൽ നടക്കുന്നുണ്ടാവും. പക്ഷേ ഇവിടെ പ്രശ്നം, നമ്മൾ കുറെ കൂടി പ്രശ്നത്തിലേക്ക് വരുമ്പോൾ ഇനി ദൂരദർശൻ പോലുള്ള ഔദ്യോഗിക വാർത്താ ഏജൻസികളെ ഏത് രീതിയിൽ ഉപയോഗപ്പെടുത്താനാണ് സർക്കാർ ആഗ്രഹിക്കുന്നത് എന്നതിൻ്റെ ഒരു ടെസ്റ്റാണ് ഇന്ന് നമ്മൾ കണ്ടത് എന്ന് പറയുമ്പോൾ അതിനോട് എങ്ങനെ താങ്കൾ പ്രതികരിക്കും? അല്ല, അത് ഞാൻ പറഞ്ഞല്ലേ പ്രകാശ്, ഇതിൽ ഉള്ള പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ എന്നും ഈ കാലം ഇങ്ങനെയാണ്. കാരണം മോഡി വന്നാൽ, RSS വന്നാൽ, BJP വന്നാൽ, ഈ തെരഞ്ഞെടുപ്പ് ഏറ്റവും വലിയ പറയാം എന്താ? ഫാസിസ്റ്റുകൾ, ന്യൂനപക്ഷ വിരുദ്ധർ, ന്യൂനപക്ഷം ഇല്ലാതാക്കുന്നവർ വന്നു എന്നാണ്. എന്നിട്ട് എന്ത് ചെയ്തു? ഇന്ത്യയിലെ മുസ്ലിങ്ങൾക്ക് അമേരിക്കയിലൊക്കെ സന്ദർശനത്തിൽ പോകുമ്പോൾ പോലും ഞങ്ങൾ ഇന്ത്യയിലെ 100% മുസ്ലിങ്ങളുടെയും പറ്റിയുള്ള അഭിപ്രായം പറഞ്ഞ് അമേരിക്കയുടെ പ്രീതിക്കല്ല ശ്രമിച്ചിട്ടുള്ളത്. മദ്രസകളുടെ നവീകരണത്തിൽ 100 കോടി രൂപ മാറ്റിവെച്ചത് ആരെയും പ്രീണിപ്പിക്കാനല്ല, വൈസ് വോട്ടിങ്ങിനെ അതിജീവിച്ചുകൊണ്ട് തന്നെയാണ്. ന്യൂനപക്ഷ സമുദായങ്ങൾ BJP വിരുദ്ധമായ വൈസ് വോട്ടിംഗ് ഉണ്ടായിട്ടും അതിനെ അതിജീവിച്ചാണ് അധികാരത്തിൽ വന്നത്. പക്ഷേ ഒരിക്കലും ഇൻജസ്റ്റിസ് കാണിക്കാൻ സാധിക്കില്ല. ഭാരതീയ സംസ്കാരവും പൈതൃകം അതാണ്.
അതുകൊണ്ടാണ് വാജ്പേയി വന്നപ്പോഴല്ലേ കേരളത്തിലെ മുസ്ലിം എഡ്യൂക്കേഷൻ സ്ഥാപനങ്ങളെല്ലാം നിങ്ങൾ കടിച്ചോട്ടു, മെഡിക്കൽ കോളേജ് ആയാലും എഞ്ചിനീയറിംഗ് കോളേജ് ആയാലും എല്ലാം കൊടുത്ത